ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? നമ്മൾ കുറച്ച് അധിക ദിവസമായല്ലോ സംസാരിച്ചിട്ട്. നമ്മൾ കുറച്ച് ഷോർട്സ് ഒക്കെ ആയിരുന്നു ഇടുന്നത്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയറിന് ഉണ്ടാക്കിയ ഒരു മിക്സ് ഗ്രില്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ്റെ പീസും പിന്നെ ഒരു വോൾ ചിക്കനും എടുത്തിട്ടുണ്ട്. ഈ വോൾ ചിക്കൻ നമ്മൾ കഴുകിയിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട്. പിന്നെ കുറച്ച് മട്ടൻ്റെ പീസസും കുറച്ച് പന്നിയും കൂടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു എനിക്കൊരു സർജറിക്ക് വേണ്ടി. അപ്പോൾ ഇതിനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എല്ലാം എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയുമാണ്. എൻ്റെ അമ്മയും ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഒരു പിടി പച്ചക്കുരുമുളകും പിന്നെ കുറച്ച് കാന്താരിയും പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തൈരും, കട്ടത്തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ആ മുളകിൻ്റെ കൂട്ടെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഒരു കളറിന് വേണ്ടി കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മളുടെ ഈ ഇറച്ചി പീസിലെല്ലാം ഒന്ന് നമ്മൾ തിരുമ്മി പിടിപ്പിച്ച് വെക്കുന്നുണ്ട്. ഇത് നമ്മളൊരു 5-6 മണിക്കൂർ വെക്കണം കേട്ടോ. പക്ഷേ ഞാനിതൊരു 24 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച്, കാരണം ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഇതെടുത്തത്. ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകാനുണ്ടായിരുന്നതുകൊണ്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഇതെടുത്ത് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക്, അതായത് ഈ ഗ്രില്ല് ഉണ്ടാക്കുന്നതിൻ്റെ അടിയിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറിയും കൂടി ഇടുന്നുണ്ട്. അപ്പം ഈ ഇറച്ചിയിൽ നിന്നൊക്കെ ഉള്ള ആ ഫാറ്റ് ഈ പച്ചക്കറിയിലേക്ക് വീണിട്ട് അതിനകത്ത് കിടന്ന് നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഇതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ പച്ചക്കറി കഴിക്കാത്തവരെയും കൂടെ നമുക്ക് പച്ചക്കറി കഴിപ്പിക്കാൻ പറ്റും ഇതിനകത്തിട്ട് വേവിക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കുറച്ച് ബ്രൊക്കോളിയും കുറച്ച് ബേബി പൊട്ടറ്റോസ്, ചെറിയ പൊട്ടറ്റോസും ക്യാപ്സിക്കവും ക്യാരറ്റും പിന്നെ സ്പ്രിംഗ് ഒനിയൻ ഇല്ലേ, അത് ഒരു സെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടൊമാറ്റോ, ചെറി ടൊമാറ്റോ ആണെങ്കിൽ ഇതിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾ സാധാരണ ടൊമാറ്റോ ആണ് ഉപയോഗിച്ചത്. പിന്നെ ഇവിടെ ഒരു ബട്ടർ മത്തങ്ങ എന്ന് പറഞ്ഞ ഒരു മത്തങ്ങ മേടിക്കാൻ കിട്ടും. അതും കുറച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്, മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കുരു എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. തണുപ്പ് കഴിയുമ്പോഴേക്കും നമുക്ക് പാകണം വന്നിട്ട് മത്തങ്ങയുടെ ഇല തോരൻ വെക്കാനായിട്ട്, മത്തയില തോരൻ വെക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നാൻറ്റോസിൻ്റെ കുറച്ച് സോസ് ഉണ്ടായിരുന്നു, പെരിപെരിയുടെ സോസ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഗ്രില്ലിൻ്റെ അടിയിലേക്ക് ഒന്ന് കയറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്താണ് നമ്മൾ ചിക്കൻ എല്ലാം കൂടെ, നമ്മുടെ മീറ്റ് എല്ലാം കൂടെ നിരത്തി കൊടുക്കുന്നത്. പോർക്കും ചിക്കനും എല്ലാം മേളിലത്തെ ടോപ്പിലെ ഗ്രില്ലേലും പിന്നെ അതിൻ്റെ തൊട്ട് മേളിലത്തെ ഗ്രില്ലേൽ നമ്മൾ മട്ടനും കൂടെ വെച്ചിട്ട് ഒരു 1.5 മണിക്കൂറത്തേക്ക് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഓപ്പൺ ആക്കി കേട്ടോ. കാരണം നമ്മുടെ പുറമെല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് എൻ്റെ ഹസ്ബൻഡ് ഇരുന്നൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്തായിരുന്നു. കാരണം നമ്മുടെ ചിക്കനെല്ലാം ഏകദേശം എല്ലാം ഒന്ന് വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ മട്ടൻ കുറച്ച് അധിക സമയം, ഒരു 1.5 മണിക്കൂർ തന്നെ വേണ്ടി വന്നു മട്ടൻ ഒന്ന് വേകാനായിട്ട്. പക്ഷെ നമ്മൾ ഈ നാരങ്ങാനീരും തൈരും എല്ലാം തിരുമ്മി വെച്ചേക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നല്ല ജ്യൂസിയാണ്, നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുതേ. ഇത് കറക്റ്റ് 1.5 മണിക്കൂറായപ്പോൾ നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ പച്ചക്കറിയും ഈ ഇറച്ചിയെല്ലാം നല്ല അടിപൊളിയാണ്. അതുപോലെ ഞാൻ കുറച്ച് ഗാർലിക് ബ്രെഡും എടുത്ത് ഗ്രില്ല് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. ഇതെൻ്റെ അമ്മയാണ്, നല്ല രുചിയോടുകൂടി തന്നെ കഴിക്കുകയാണ് സോസൊക്കെ കൂട്ടി. ഇതിൻ്റെ അകമൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഈ പച്ചക്കറിക്കകത്തുള്ള ഒരു ഗ്രേവി ഉണ്ട് കേട്ടോ, അത് ഈ ചിക്കനിലൊക്കെ ഒന്ന് ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കി വെക്കണേ. താങ്ക്